ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. വരുന്നില്ലെന്നോ? പിന്നെ എവിടെ പോകുന്നു? എവിടെയെങ്കിലും. പപ്പി എന്തൊക്കെയാ പപ്പി പറയുന്നേ? വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല. എന്റെ അച്ഛനും അമ്മ ആ വീട്ടിലില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നേ? കാര്യം പറഞ്ഞ ഞാൻ എന്താ പൈസ തരില്ലേ? ഓ, അപ്പൊ പിന്നെ എളുപ്പത്തിൽ കാര്യം നടക്കില്ലല്ലോ. ഇതുപോലെ മോഷ്ടിക്കാനും പറ്റില്ല. അതെങ്ങനെയാ? കുടുംബത്തോടെ ചട്ടമ്പിത്തര എടുത്ത് നടക്കുന്നവർക്ക് ഇങ്ങനെയുള്ള തിരിച്ചടികളൊക്കെ ഉണ്ടാവും. മക്കള് കാക്ക കാലേ പോന്നത് നോക്കി നിന്ന് കാണേണ്ടിയും വരും. ദേ, ഇനി ഇവിടുന്ന് എന്തെങ്കിലും മോഷ്ടിച്ചൊന്ന് ഞാൻ അറിഞ്ഞ അടിച്ചു നിന്റെ പുറം പൊളിച്ചുകളെ. കേട്ടല്ലോ? കേട്ടോന്ന്? കരച്ചില്. പപ്പി കരയണ്ട, കരയണ്ട, കരയണ്ട. മോളുടെ അമ്മ ചേച്ചിയമ്മ ദേഷ്യത്തിൽ പറഞ്ഞല്ലേ? പപ്പി കരയല്ലേ? ഓക്കെ, മോള് കാണിച്ച തെറ്റല്ലേ? അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരുടെ സമ്മതം കൂടാതെ ഒരു രൂപ പോലും ഉപയോഗിക്കാൻ പാടില്ല, കേട്ടോ? അങ്ങനത്തെ കുട്ടികളെ ചീത്ത കുട്ടികളായിട്ട് എല്ലാരും കാണും. വിഷ്ണുച്ചനെ മോള് കരയില്ലേ? നല്ല മോളല്ലേ? കരയുണ്ട പപ്പി, കണ്ടിട്ട് എനിക്കും കരച്ചില് വരിക. എന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു. എനിക്കിനി ഇവിടെ നിൽക്കണ്ട. എന്നെ ആർക്കും ഇഷ്ടമല്ല. ഞാൻ ഇവിടുന്ന് പോവാ. ഇവിടെ വന്ന ഇവിടെ ഇവിടെ ഇരിക്കേ. അങ്ങനെയൊക്കെ പറഞ്ഞ എങ്ങനെ ശരിയാവാ? നമുക്ക് കുട്ടിയോട് വികൃതി കാണിച്ചു കഴിഞ്ഞാ അച്ഛനും അമ്മമാരും വഴക്കോറിയില്ലേ? അത് മക്കള് നന്നാവാൻ വേണ്ടിട്ടല്ലേ? ആ, സാരമില്ല, സാരമില്ല, കേട്ടോ? വിഷ്ണു ഒരു കാര്യം ചോദിക്കട്ടെ, നീ അങ്ങനെ ചെയ്യോ? ഇനി അങ്ങനെ ചെയ്യോ? ഇല്ല. ആഹാ, മിടുക്കി കുട്ടി, ഇത്രേ ഉള്ളൂ കാര്യം അല്ലേ? നീ എന്തിനാ വിഷമിക്കണേ? ഒരു വന്ന് മക്കൾ കരയണ്ട. നിങ്ങളെന്താ ഒറ്റയ്ക്കിരുന്ന് ചിരിക്കുന്നത്? അതിന് സന്തോഷമുള്ള വകയൊന്നും ഇല്ലല്ലോ ഇവിടെ. പഴയ ചില നിമിഷങ്ങള് നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടതായി മാറും ഭാമേ. അത് നമ്മുടെ ജീവിതത്തിലെ പല ദുർഘടമായ അവസ്ഥകളെയും രസിപ്പിക്കും, സങ്കടങ്ങളെ അകറ്റി ഓടിക്കും. കുറെ നാളുകൾക്ക് ശേഷേ ഞാനും എന്റെ മോനും അവന്റെ കുടുംബമൊക്കെ അങ്ങനെ എല്ലാരും കൂടി ആഘോഷമാക്കി മാറ്റിയ പിറന്നാൾ ദിനമേ എന്നെ സന്തോഷിപ്പിച്ച ഏതാനും ചില ദിവസങ്ങളിലെ അങ്ങനെ ഈ ദിവസം കൂടി ഇടം പിടിച്ചു. നിന്നെ വിളിച്ചപ്പോ നീ വന്നില്ലല്ലോ. അതിന് എന്നെയൊന്നും നിർബന്ധിക്കാൻ പാടില്ലായിരുന്നോ? നിർബന്ധിച്ചാലും നീ വരത്തില്ല ഭാമേ. വന്നാലും ആ സന്തോഷത്തിൽ പങ്കുകൊള്ളാൻ നിനക്ക് സാധിക്കത്തുമില്ല. നിന്റെ മനസ്സ് തീർച്ചേ പകയാ, ശാലിനോടുള്ള പക. ആ പക ഇപ്പൊ വന്നേ നമ്മുടെ മകളിലേക്കും ആയിരിക്കുക. പിന്നെ എങ്ങനാ നിനക്ക് മനസ്സറിഞ്ഞ് സന്തോഷിക്കാൻ പറ്റുന്നേ? ഞാനേ അവിടെ പോയിക്കോളാം. എവിടെ? വിഷ്ണു താമസിക്കുന്ന സ്ഥലത്ത്. എന്തിനാ അങ്ങോട്ട് പോന്നേ? അവരുടെ സ്വസ്ഥത എടുത്താനോ? അതോ വീണ്ടും ചീത്ത പറയാനോ? ഇവിടെ കിടന്ന് പോലെ നിനക്ക്
ഇനി അവിടെ ചെന്ന് വേളം ഉണ്ടാക്കി മറ്റുള്ളവരോട് കേൾപ്പിക്കണോ? ഞാൻ പോകുന്നതേ എന്റെ മകനെ കാണാനും അവനോട് സംസാരിക്കാനുമാ. പിന്നെ വഴക്കുണ്ടാക്കുന്ന കാര്യം അത് എന്റെ അവകാശമാ. എന്റെ മകനെ ശാസിക്കാനുള്ള അധികാരം. രാഘവേട്ടൻ വരുന്നുണ്ടോ? യോ, എന്തായാലും നിന്റെ കൂടെ ഞാൻ വരുന്നില്ല. എന്റെ മനസ്സിലേ ഇപ്പൊ സന്തോഷമുണ്ട്. അത് പെട്ടെന്ന് തല്ലിക്കിടാൻ ഞാനില്ല. ദേ, ആര് വന്നില്ലേലും ഞാൻ പോവും. അത് ഞാനേ തീരുമാനിച്ചുറപ്പിച്ചതാ. എന്റെ ദൈവമേ, ഇനി അവിടെ പോയി എന്ത് പുലിവാലാണോ ഉണ്ടാക്കാൻ പോകുന്നേ? ആ കൊച്ചുങ്ങളുള്ള സന്തോഷങ്ങളെ പോയി തല്ലിക്കടത്തല്ലേ ഉള്ളു. പപ്പി എന്താ ഇവിടെ കാണാത്തത്? ഇനി ടീച്ചറെ കാണാൻ പോയോ? ആഹാ, ഇവിടെ വന്നിരിക്കായിരുന്നല്ലേ. പപ്പി എന്താ ഇവിടെ വന്നിരിക്കുന്നേ? എന്തു പറ്റി, സുഖമില്ലേ? എനിക്കൊരു കുഴപ്പമില്ല. പിന്നെ എന്താ ഇവിടെ വന്നിരിക്കുന്നേ? ഒന്ന് പോകുന്നുണ്ടോ സത്യേ? പപ്പി ഇപ്പൊ ഓട്ടോ വരും, നമുക്ക് വീട്ടിൽ പോണ്ടേ? ഏത് വീട്? ഞാനൊന്നും വരുന്നില്ല. വരുന്നില്ലെന്നോ? പിന്നെ എവിടെ പോകുന്നു? എവിടെയെങ്കിലും. പപ്പി എന്തൊക്കെയാ പപ്പി പറയുന്നേ? വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല. എന്റെ അച്ഛനും അമ്മ ആ വീട്ടിലില്ലല്ലോ, പിന്നെ എന്തിനാ ഞാൻ അങ്ങോട്ട് വരുന്നേ? എത്രയാ? 100 രൂപ. ഞാൻ വരുന്നില്ല എന്ന് പറഞ്ഞാൽ വരുന്നില്ല. സത്യം പൊക്കോ. ഷെടാ, ഇത് വലിയ കഷ്ടായി പോയല്ലോ. അപ്പൊ എനിക്കൊന്നും വീട്ടിൽ പോകാൻ പറ്റില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ വരുന്നില്ലെന്ന്. സത്യം പൊക്കോ. ദേ പപ്പി, കളിക്കാതെ വന്നേ. സത്യം പൊക്കോ, ഞാൻ വരുന്നില്ല. ഇത്രയ്ക്ക് വാശി പറ്റില്ലല്ലോ. എന്നാ ഞാൻ പോവാ. പപ്പി ദേ വരുന്നെങ്കി വാ, ഇല്ല ഞാൻ പോവേ. ഹായ് സത്യമ്മ. ആഹാ, സത്യമോളെ. സത്യമ്മേ.